തിരുവല്ലത്ത് 22-കാരി ആത്മഹത്യ ചെയ്തു. വണ്ടിത്തടം സ്വദേശി ഷഹ്നയാണ് മരിച്ചത്. ഭർത്തൃ വീട്ടിലെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആരോപണം. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, എന്താണ് സംഭവം? വിവരങ്ങൾ. ഇന്ന് വൈകിട്ടാണ് 22-കാരി ഷഹ്ന വണ്ടിത്തടത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്തതിൽ കണ്ടെത്തിയത്. 2 മാസമായി ഭർത്താവ് നൌഫലുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷഹ്ന. ഇന്ന് വൈകുന്നേരം നൌഫൽ വീട്ടിലെത്തുകയും 1.5 വയസ്സുള്ള കുഞ്ഞിനെ തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഷഹ്ന ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ തമ്മിൽ കുടുംബ പ്രശ്നമുണ്ട്. നൌഫലിന്റെ മാതാവ് സ്ഥിരം ഷഹ്നയെ മർദ്ദിക്കുമായിരുന്നു എന്ന പരാതിയുമുണ്ട്. കുറച്ചുനാൾ മുമ്പ് ഒരു ആശുപത്രിയിൽ നൌഫലിന്റെ ബന്ധു ആശുപത്രി കിടക്കുമ്പോൾ അവിടെ വെച്ചും ഈ 22-കാരിയും ഭർത്തൃമാതാവ് പരസ്യമായി തന്നെ മർദ്ദിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇവർ ബന്ധുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ടുപോയതാണ് ഈ ആത്മഹത്യക്ക് പെട്ടെന്നുണ്ടായ കാരണമെന്നാണ് പറയുന്നത്. നാളെ നൌഫലിയുടെ ഒരു ചടങ്ങ് നടക്കാനുണ്ട്. അതിൽ വിളിക്കാൻ വേണ്ടിയാണ് ഈ നൌഫൽ ഇന്ന് ഷഹ്നയുടെ വീട്ടിലെത്തിയത്. പക്ഷേ ഷഹ്ന ഒപ്പം പോകാൻ തയ്യാറായില്ല. അതിനെ തുടർന്നാണ് കുട്ടിയെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോയത് എന്നാണ് വീട്ടുകാരുടെ പരാതി. ഏതായാലും ഷഹ്നയുടെ കുടുംബം ഇപ്പോൾ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നൌഫലിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നൌഫലിന്റെ കുടുംബത്തിനുപേരെ ഭർത്തൃമാതാവിന്റെ പീഡനമാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് ഈ കുട്ടിയെ എത്തിച്ചേർന്ന പരാതിയാണ് ഷഹ്നയുടെ വീട്ടുകാർക്കുള്ളത്. അരുൺ, ഇത്തരത്തിലുള്ള ഒരു പീഡനം, ആക്രമണം ഒക്കെ ഈ കുട്ടിക്ക് നേരെ, ഷഹ്നയ്ക്ക് നേരെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ് പോലീസ് പറയുന്നത്? ഈ സ്ത്രീധനമാണോ വിഷയമായി ഇവിടെയും വരുന്നത്? അത്തരത്തിലുള്ള സംഭവങ്ങളാണല്ലോ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അരുൺ, അത്തരം വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. വൈകുന്നേരമാണ് ഈ ആത്മഹത്യ നടന്നത്. കുറച്ചു മുമ്പാണ് ഈ കുടുംബം തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അവരുടെ മൊഴി വിശദമായി തന്നെ പോലീസ് എടുക്കുന്നുണ്ട്. മൊഴി എടുത്ത ശേഷമാകുമ്പോൾ ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഭർത്തൃ വീട്ടിലെ പീഡനമാണ് ഈ മരണ കാരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പിണങ്ങി കഴിയേണ്ടി വന്നതും. അതുപോലെ തന്നെ ഈ ആത്മഹത്യക്ക് കുട്ടിയെ കൂടി കൊണ്ടുപോകുന്നതോടുകൂടി ഷഹ്ന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വീട്ടുകാർ നൽകുന്ന വിവരം. അവരുടെ ആരോപണം ആ രീതിയിലാണ്. പോലീസിനെയും അങ്ങനെയാണ് അറിയിച്ചത്. 1.5 വയസ്സുള്ള കുട്ടിയാണ് ഷഹ്നയ്ക്കും നൌഫലിനും ഉള്ളത്. 2 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന കാര്യമൊന്നും ഈ ഘട്ടത്തിൽ അവർ പറയുന്നില്ല. അവരുടെ മൊഴി വിശദമായി തന്നെ തിരുവല്ലം പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുക. ഏതായാലും ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം ഒരു 22 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്ത്രീധന പീഡനം കൂടി ഉണ്ടോ എന്ന കാര്യമൊക്കെ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പുറത്തുവരൂ. അത്തരം അന്വേഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ലത്താണ് 22-കാരി ഭർത്തൃ വീട്ടിലെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്.